നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായുള്ള നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. ആകെയുള്ള സീറ്റുകളിൽ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തുവിടുകയും ചെയ്തു. അവശേഷിക്കുന്ന 37 സീറ്റുകളിലെ പ്രഖ്യാപനം ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനയും. ആദ്യഘട്ട പട്ടികയിൽ നിലവിലെ എംപിമാരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യവുമാണ്. അതേസമയം തന്നെ കണ്ണൂർ സീറ്റിനായി കെ സുധാകരൻ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. തനിക്ക് സീറ്റ് നിഷേധിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന സൂചന സുധാകരൻ നൽകിയിട്ടുമുണ്ട്. മത്സര രംഗത്ത് നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതിനാൽ ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ കണ്ണൂരിലെ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കണ്ണൂർ, കോന്നി എന്നീ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ട പട്ടികയിലെ പ്രമുഖ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ്: ഹരിപ്പാട് രമേശ് ചെന്നിത്തല, പറവൂർ വി ഡി സതീശൻ, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ, വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, പാലക്കാട് ധർമ്മജൻ ബോൾഗാട്ടി, രമേഷ് പിഷാരയുടെ പേരും പരിഗണനയിലുണ്ട്. പെരുമ്പാവൂരിൽ സണ്ണി ജോസഫ്, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, കോവളത്ത് M വിൻസെന്റ്, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിലവിലെ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുനർആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരവും. മാനന്തവാടിയിൽ ഉഷ വിജയനും മലമ്പുഴയിൽ A സുരേഷും ജനവിധി നേടും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ ഇന്ന് രാവിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയും യോഗം ചേരും. വൈകുന്നേരത്തോടെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.